അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഗ്ലൂക്കോസ് കയറ്റി ഉമ്മയെ ഡിസ്ചാർജ് ചെയ്തു. ഷമ്മാസും നവാസും വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്തിപ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രഷർ കുറയാനും ടെൻഷനാവാനും കാരണം? നവാസ് ആ യാത്രക്കിടയിൽ ചോദിച്ചു. ഷമ്മാസിന് ഉത്തരം പറയുവാനുണ്ടായിരുന്നില്ല. എന്ത് പറയും? തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ നിക്കാഹാണെന്നോ? ഹയ്യേ വേണ്ട, അതൊന്നും തൽക്കാലം പറയണ്ട. ഇക്ക തൽക്കാലം ഒന്നും അറിയണ്ട, ഇങ്ങനെ നിൽക്കട്ടെ. ഇത്ത എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ട് എന്ന് ഇക്ക മനസ്സിലാക്കിക്കോട്ടെ. എന്നാലും കേട്ടപ്പോൾ വല്ലാത്തൊരിടങ്ങാറ്. അങ്ങനെ എത്രയോ കേട്ടിട്ടുണ്ട്. 2 മക്കളുള്ളവരും 3 മക്കളുള്ളവരും മറ്റവരുടെ കൂടെ ഒളിച്ചോടി പോകുന്നതും വിവാഹം കഴിക്കുന്നതും മക്കൾ അനാഥമാകുന്നതും. പക്ഷേ തൻ്റെ ഇക്കാക്ക അറിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് തൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയതാണെന്നുള്ളത്. എന്നാലിപ്പോൾ എന്നോട് പറഞ്ഞ ആളുകൾ അവരെന്ത് കണ്ടിട്ടായിരിക്കും പറഞ്ഞത്? അവരോടാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കാനും പറ്റിയില്ല. അത് കേട്ടപാടെ ഞാൻ ഓടുകയായിരുന്നു. എനിക്ക് ടെൻഷനായിട്ട്. റബ്ബേ, നുസൈബയുടെ വീട്ടുകാരൊന്നും ഇത് അറിയാഞ്ഞാൽ മതിയായിരുന്നു. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ മൂത്തച്ചിയല്ലേ, എൻ്റെ മൂത്തച്ചി മറ്റൊരുത്തൻ്റെ കൂടെ പോയെന്നൊക്കെ അറിയുമ്പോൾ എന്ത് മോശമായിരിക്കും അത്. അല്ലെങ്കിൽ ഫൈസൽക്കയെ കുറിച്ച് അവർക്ക് പരാതിയാണ്. ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം കൂടി അരങ്ങേറുമ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. തൽക്കാലം ഇതാരും അറിയണ്ട. എന്നാൽ പാതിമയക്കത്തിലായിരുന്ന ഉമ്മ ഇടയ്ക്കിടെ നവാസിനെ വിളിക്കുന്നു. മോനെ നവാസെ, കുട്ടികളെ പിടിച്ചില്ലേ എൻ്റെ മോനെ? കുട്ടികളെവിടെ? ഉമ്മ നിങ്ങളെ തൊട്ടടുത്തിരിക്കണ ആരാണ്? നിങ്ങളെന്തെങ്കിലും ടെൻഷനാവാൻ കാരണം? നവാസ് വീണ്ടും ചോദിക്കുന്നു. ഉമ്മ എന്തൊക്കെയോ പറയുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതാ ഷമ്മാസ് ഉമ്മയുടെ മുഖത്ത് നോക്കി എന്തൊക്കെയോ ഒന്ന് വിഷയം മാറ്റുന്നു. എന്താണ് ഉമ്മ പറയട്ടെ, നീ എന്താ പറയാൻ സമ്മതിക്കാത്തത്? വേണ്ട, ഇനി ഉമ്മ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്തുകൊണ്ടാ? അത് ഫൈസലിൻ്റെ കാര്യമൊക്കെ വിചാരിച്ചിട്ടാണ്. ഒക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ലാ. ഒരിക്കലും നവാസിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ടെൻഷൻ കൊണ്ടാണ് ഉമ്മാക്ക് അങ്ങനെ ആയത് എന്ന് ഷമ്മാസ് പറഞ്ഞില്ല. വീട്ടിലെത്തി ഒന്ന് ഉമ്മ റിലാക്സ് ആയപ്പോൾ നവാസിനെ വിളിക്കുന്നു. മോനെ നവാസേ, ഉമ്മാൻ്റെ കുട്ടി ഇവിടെ വന്നിരുന്നാണേ. എന്തുമ്മ? എന്തേ മക്കളെവിടെ? അവരെ കളിക്കാണ്. എന്തുമ്മ? ഉമ്മാക്ക് എന്താ വേണ്ടത്? മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒരു കല്യാണം നോക്കിക്കോളി, അതായിരിക്കും നല്ലത്. എന്തുമ്മ? ഒന്നെൻ്റെ പെടലിൽ കിടക്കുന്നുണ്ട്, അത് എവിടെയാണാവോ? ഏത് നിമിഷവും തിരിച്ചു വരും. പിന്നെ ഇനിയും ഞാൻ ഒന്നിനെ പിടിച്ച് കെട്ടണോ? എന്തിനാണ് വെറുതെ ഇവിടെ കൊടുന്ന് കഷ്ടപ്പെടുത്താൻ? അതുമല്ല, ഇവള് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മറ്റൊരു പെണ്ണെന്നൊക്കെ വെച്ചാൽ അതിങ്ങനെ നമ്മൾ നിൽക്കാൻ ഒരു സ്വസ്ഥത കൊടുക്കുമോ? എനിക്ക് അല്ലെങ്കിലേ പേടിയാണ് നമ്മുടെ ഷാമോൻ്റെ കല്യാണം ആലോചിച്ചിട്ട്. ആ നുസൈബ ആ പെണ്ണ് ഇവിടെ വന്ന് കയറുമ്പോൾ എന്തൊക്കെ തന്നെയാലും ഫസീല അവളുടെ പഴയ സ്വഭാവം എടുക്കും. അവൾ ശരിക്കും സമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കുമോ? ഒന്നാമത്തെ കാര്യം ആ കുട്ടീൻ്റെത് അങ്ങനെ ആയിപ്പോയി. ഇനിയെങ്കിലും ആ കുട്ടിക്ക് സമാധാനത്തോടു കൂടി ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് ഞാൻ അവളെ തിരിഞ്ഞു നോക്കാനും കൊണ്ടുവരാനും പോണില്ല. അവൾക്ക് ഏത് സമയത്താണ് ഇറങ്ങി പോരാൻ തോന്നുന്നത് എവിടെയാണെങ്കിലും അപ്പോൾ ബാക്കി പറയാം ഞമ്മക്ക്. അത് കരുതിയിട്ട് ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണ്. സ്വന്തം ഭാര്യയുടെ നിക്കാഹ് എന്ന് കേട്ടാൽ ആരായാലും നെട്ടാത്തവരുണ്ടാവില്ല. പക്ഷേ നവാസിന് അതറിഞ്ഞിട്ടില്ല. ഉമ്മ അത് പറയുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ അത് ഷമ്മാസ് തടയുകയും ചെയ്തു. പിന്നീട് ഉമ്മക്കത് മനസ്സിലായി. ഇല്ല, അവനൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ ഇന്ന് വരും നാളെ വരുന്ന കരുതി നോക്കിക്കാണ്. മോനെ, എൻ്റെ പൊന്നു മോനെ, എന്നോട് ഞാൻ പറയാണ്, എൻ്റെ കുട്ടി വേറൊരു കല്യാണം നോക്കിക്കോ, അതായിരിക്കും നല്ലത്. എന്താ ഉമ്മ നിങ്ങൾ എന്നെക്കൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് കെട്ടിക്കണേ? അല്ലേ, അന്ന ഇഷ്ടമില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഉമ്മ സമ്മതിക്കൂലേനല്ലോ. ഉമ്മ പറയല്ലോ 2 മക്കളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചെറിയ മക്കളല്ലേ, എത്രയായാലും ഓള് പ്രസവിച്ചതല്ലേ, ഓലമ്മ അതന്നല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഉമ്മാക്ക് എന്താ പെട്ടെന്നൊരു മനംമാറ്റം? അവള് പേരാണെങ്കിൽ വന്നോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ തിരഞ്ഞു പോലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മോനെ, അവളിനി വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ വേണ്ട, അങ്ങനെ ജീവിക്കും. ഇത്രയും കാലം മക്കളും കൊണ്ട് എങ്ങനെ ജീവിച്ചില്ലേ? ഇനിയിപ്പോൾ അവൾ വന്നില്ലെന്ന് വിചാരിച്ചിട്ടും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മോനെ, പാവം എൻ്റെ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല. ഓൻ കെട്ടിയ പെണ്ണ് മറ്റാരുടെ ഒപ്പാണെന്നുള്ളത്. മജീദ്
ഈ കഥ എല്ലാവരോടും പറഞ്ഞു പാടി നടക്കുകയാണ്. ഒരിക്കലും നവാസ് അതറിയുന്നേയില്ല. അന്ന് നവാസ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകളതാ അവൻ്റെ അടുക്കിലേക്ക് വരുന്നു. അല്ല നവാസ്, എന്തൊക്കെയാണ് കേൾക്കണത്? എന്താടാ നിൻ്റെ വൈഫ് ഇവിടെ അല്ലേ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നവാസിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്തടാ മിണ്ടാത്തത്? അല്ല, ഓളങ്ങ് ചാടിപ്പോയതാണോ? നവാസിനോട് ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ പൊട്ടിത്തെറിച്ചു. എന്ത്? നിങ്ങളെന്താ പറഞ്ഞത്? ആ, അവൾ മറ്റാളുടെ കൂടെ പോയിന്നോ? എന്താ നിക്കാഹ് കഴിക്കണമെന്നോ രജിസ്റ്റർ ചെയ്യാമെന്നോ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. എടാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ കൂട്ടുകാരൻ്റെ കോളറിന് പിടിക്കുന്നു. ഞാനല്ലടാ, ഇവിടെ ഇവരൊക്കെ പറഞ്ഞു കേട്ടാണ്. ഞാനിപ്പോൾ എന്നോടുള്ള സുഹൃത്ത് എന്നുള്ള നിലക്ക് എന്തത് സംഭവം എനിക്കറിയുന്നില്ല. എന്തിനാ വാസേ, എൻ്റെ കയ്യിൽ എല്ലില്ലായിരുന്നോ? ഓള് പോയപ്പോൾ എന്താ എനിക്ക് എതിർക്കാമായിരുന്നില്ലേ? ഞാൻ പോയതുപോലും കണ്ടിട്ടില്ലടാ. പഠിച്ചവനെ, എന്തൊക്കെ ഞാനീ കേൾക്കണത്? അന്ന് സങ്കടത്തോടെ അതാ നവാസ് വീട്ടിലേക്ക് വരുന്നു. നേരെ അവൻ അവൻ്റെ റൂമിലേക്ക് പോയിട്ട് പൊട്ടിക്കരയുകയാണ്. എന്നാലും എൻ്റെ ഫസീല, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടും നീ ഈ ചതി ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു എന്നോട്. അവൻ റൂമിൽ നിന്ന് വരുന്നേയില്ല. മക്കൾ താഴെ നിന്ന് കരയുന്നുണ്ട്. ഉമ്മ പറഞ്ഞു, പഠിച്ചവനെ ഈ ചെക്കനത് എവിടെ? മോനെ നവാസേ, മോൻ. അതാ ഉമ്മ വിളിക്കുന്നു. നവാസ് കണ്ണീർ തോർത്തിക്കൊണ്ട് മുഖമൊക്കെ ഒന്ന് റെഡിയാക്കി ആ എന്തോ ഉമ്മ എന്ന് പറഞ്ഞ് താഴേക്ക് വരുന്നു. അവൻ ആ ടേബിളിൻ്റെ മുന്നിൽ തല താഴ്ത്തിയിരിക്കുകയാണ്. ഉമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ അവൻക്ക് നാണമാവുകയാണ്. മോനെ, എടാ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ഉമ്മച്ചിയെ കാണണം എന്നൊക്കെ പറയണത് വലുതിപ്പോൾ കുറച്ച് ദിവസമായപ്പോഴേ പൂതി ഉണ്ടാവുകയും ചെയ്യും. ഉമ്മ വേണ്ട. ഏതുമ്മച്ചി? അങ്ങനെ ഒരു ഉമ്മച്ചി അവർക്കില്ലല്ലോ. അങ്ങനെയുള്ള ഉമ്മച്ചിമാർ അങ്ങനെ പോവില്ലല്ലോ. വേണ്ട, എൻ്റെ കുട്ടികൾക്ക് ഇനി ഉമ്മച്ചിയായിട്ടും ഉപ്പച്ചായിട്ടും ഒക്കെ ഞാൻ തന്നെ. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടല്ലോ, അത് മതി. അവൻ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ മനസ്സിലാക്കി എന്നുള്ള കാര്യം ഉമ്മക്കഥ മനസ്സിലാവുകയാണ്. അന്ന് മുതൽ ഫസീല എന്ന ഒരു ആ മനുഷ്യരൂപത്തെ അന്ന് നവാസ് എന്നേക്കുമായി വെറുത്തു. സ്വന്തം ഭർത്താവിനോട് ഈ ഒരു ചതി ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു. വേണ്ട, ഇനി ശരിയാവില്ല. കഴിഞ്ഞു, ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു. അവൾ എന്നെ ചതിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പഠിച്ചവനെ, ഉമ്മയുടെ മുഖത്ത് നോക്കി ഞാനത് എങ്ങനെ പറയും? ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവോ? എന്താണാവോ? എൻ്റെ മക്കളുണ്ടായിപ്പോയി. അല്ലെങ്കിൽ മജീദ് നല്ല രീതിയിൽ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ കൈമാറിയിട്ടുണ്ട്. അതിൽ പലരോടും ഹുസൈനാജി എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അവൻക്ക് പണി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരുത്തൻ്റെ കൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷമ്മാസ് ആകെ വിഷമത്തിലാണ്. കാര്യം മറ്റൊന്നുമല്ല, നല്ല രീതിയിൽ വിവാഹത്തിന് ഇനി ആകെ കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഇത്താത്ത ചെയ്തത് പറ്റ ബോറ് പരിപാടിയായിപ്പോയി. അവർ എന്തോ കരുതി കൂട്ടി എന്തിനു വേണ്ടി ഒരുങ്ങി തിരിച്ചതുപോലെയാണ്. റബ്ബേ റഹ്മാനെ, ഇനിയും ഞാനും ഹിജാബിയുമായുള്ള വിവാഹം നീണ്ടു പോവല്ലേ അല്ലാ. ഡിസംബർ 15 എന്നൊരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസം ഷമ്മാസ് നുസൈബയുടെ കഴുത്തിൽ മഹർ ചാർത്തിയിരിക്കും. അതിനപ്പുറത്തേക്കായിട്ട് അല്ലാ ഒന്നും സംഭവിക്കരുതേ. ഇൻഷാ അല്ലാ. ഷമ്മാസിൻ്റെ മനസ്സിൽ പല പല ചിന്തകളിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. പുതിയ ഷോപ്പിൻ്റെ ബിസിനസ്സൊക്കെ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യമായിട്ടും അവിടേക്ക് VVIPകളാണ് വരുന്നത്. അവർക്കുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും ഫാമിലിക്കുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഒരുക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമർ, സാധാരണക്കാരായ ആളുകൾ കാര്യമായിട്ട് വരുന്നത് ഈ അങ്ങാടിയിലെ ഷോപ്പിലേക്കാണ്. എന്നാൽ അല്പം പണക്കാരായ ആളുകളെല്ലാം അങ്ങോട്ടാണ് വരുന്നതും. ഹിജാബീസ് മൊബൈൽസ് വേൾഡ് വളരെയധികം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി പോകുന്നതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത ഷമ്മാസ് കേട്ടത്. പിന്നീട് അവൻക്ക് എന്ത് ചെയ്യണം എന്താകണം എന്നായിപ്പോയി. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന തൻ്റെ ഹിജാബിയെ വിളിക്കാൻ പോലും ഷമ്മാസിന് ഭയമാകുന്നു. കാരണം ഇതെങ്ങാനും അവരറിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ചോദ്യമുണ്ടാകും. റബ്ബേ, എന്തൊരു പരിപാടിയാണ് ഇത്താത്ത കാണിച്ചത്. അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിന് നന്ന് റബ്ബേ. എന്നാൽ നവാസിന് ഈ സമയത്ത് വാശി കൂടിയിരുന്നു.
തൻ്റെ ഭാര്യ തന്നെ വിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ മുമ്പിലൂടെ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അത് ഒന്നിനും വേണ്ടിയിട്ടല്ല, അവളെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി മാത്രം. കാരണം അവൾ അങ്ങനെയൊക്കെ എന്നെ ചെയ്തു പോയി. ഇപ്പോൾ എനിക്കും ഒരു ജീവിതം ഉണ്ടാകും എന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് നവാസ് ഇപ്പോഴുള്ളത്. എന്നാൽ എങ്ങനെ നിൽക്കാൻ കഴിയുന്നു? എൻ്റെ പിഞ്ച് 2 മക്കളെ ഒഴിവാക്കിയിട്ടിട്ടാണല്ലോ അവൾ പോയത്. ആ ഒരു വേദന അവൻ്റെ മനസ്സിൽ നിന്ന് മായുന്നേയില്ല. എന്നാൽ ഈ സമയം ഹുസൈനാജിയുടെ വീട്ടിൽ കുറച്ച് ദിവസമായി ഇവിടെ കഴിയുന്നു. അവൾക്കുള്ള എല്ലാ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും എല്ലാം ഹുസൈനാജി അവളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു കരാറ് മാത്രം, അയാളുടെ ബീവിയായി അവിടെ കൂടണം. അതിന് സമ്മതമെങ്കിൽ മാത്രം അവൾ ആ റൂമിൽ നിന്ന് പുറത്തു വിടും, അല്ലാത്ത പക്ഷം അവിടെ തന്നെ. പക്ഷേ ദുർബുദ്ധിയായ ഫസീല വേറെ പലതും ആലോചിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലൊക്കെ ആ തൊട്ടടുത്തുള്ള റൂമിലുള്ള ലാൻഡ് ഫോൺ ഇങ്ങ് തട്ടിയെടുക്കണം. തട്ടിയെടുത്തിട്ട് ആരുമില്ലാത്ത സമയത്ത് ഒന്ന് വിളിക്കണം, വിളിച്ചിട്ട് പറയണം. പക്ഷേ ഞാനിവിടെ എങ്ങനെ എത്തി എന്നുള്ളത് അതെങ്ങനെ പറയുമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. തന്നെക്കുറിച്ച് നാട്ടിൽ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾ അതൊന്നും അവൾ അറിയുന്നേയില്ല. മജീദ് എല്ലാം ഇവിടെ നിന്ന് ചോർത്തി ഓരോന്ന് പൊടിപ്പും തൊങ്ങലും വെച്ചുണ്ടാക്കി സംസാരിച്ച് അവിടെയാകെ ഫ്ലാഷാക്കുകയാണ്. ഫസീല വിചാരിക്കുന്നു, എന്നാലും നവാസ്ക ഭർത്താവാണ് പോലും, ഭർത്താവ് ഒന്ന് അന്വേഷിച്ചൂടെ ഭാര്യ എവിടെയാണെന്ന്? അതുപോലും അന്വേഷിച്ചില്ല. ആ കുട്ടികളെ ഇട്ട് ഞാൻ ഇറങ്ങിപ്പോന്നാണ്. എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, എനിക്കറിയാം. അവർ പോയ തക്കം നോക്കി ഞാൻ ഇറങ്ങി, ഒരു കുട്ടിയോടും മിണ്ടാതെ. അല്ലെങ്കിൽ അവരെവിടെ പോയി അന്വേഷിക്കും? ഇനിയിപ്പോൾ അന്വേഷിച്ചാൽ തന്നെ എങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ? എൻ്റെ ഓരോ ബുദ്ധി പോയ പോക്കേ. ഇപ്പം എനിക്ക് ആകെ ടെൻഷനാണ്. എന്നെ കാണാതെ നവാസ്ക വേറെ പെണ്ണെങ്ങാനും കെട്ടുമോ? എന്താന്നാവും, എനിക്ക് സമാധാനമല്ലേ ഇവിടെ നിന്നിട്ട്. പെട്ടെന്ന് ഹുസൈനാജി അതാ അങ്ങോട്ട് വരുന്നു. ഫസീല മോളെ, എന്തായിരുന്നു തീരുമാനം? ഹുസൈനാജിയുടെ കൂടെയുള്ള ജീവിതം എനിക്ക് വേണോ, അതോ ഈ കൂട്, ഈ ഒരു തടവറ വേണോ? എനിക്ക് രണ്ടിലൊന്നും തീരുമാനിക്കാം. ഇന്നെ നിക്കാഹ് കഴിക്കാൻ എനിക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കൊട്ടാരം അതിലുള്ളതും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇവിടെ അനുഭവിക്കാം. അതല്ല ഇന്നെ നിക്കാഹ് കഴിക്കൂല, അല്ലെങ്കിൽ വേറെ വല്ല പ്ലാനിങ് ആണെങ്കിൽ ഈ ഇരുട്ടുമുറിയിൽ കിടന്ന് നിരകേണ്ടി വരും മോളെ. ഫസീല ആകെ പെട്ടിരിക്കുകയാണ്. അവൾ വിചാരിക്കുകയാണ്, ഇതുവരെ ചെയ്ത തെറ്റിനൊക്കെ ഇത്രയും വലിയ ശിക്ഷ ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പം എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും. നവാസ്ക ഇന്നെ കാണാതെ കുറച്ചൊക്കെ അവിടെ കാത്തുനിന്നിട്ടുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ വേറെ പ്ലാനിങ് ആയിരിക്കും. എൻ്റെ റബ്ബേ, ഇവിടുത്തെ നിനക്ക് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ മൂപ്പരെങ്ങാനും കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഓനെങ്ങാനും പെണ്ണ് കെട്ടട്ടെ, ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്നെ കാണാനില്ലാത്തതിൽ ഒന്ന് അന്വേഷിച്ചൂടെ അയാൾക്ക്? അപ്പോഴും നവാസിനെ പഴിചാരുകയാണ് അവൾ. ആ തള്ളണ്ടല്ലോ അവിടെ വീട്ടിൽ, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞൂടെ മോനോടൊക്കെ ഒന്ന്? എൻ്റെ ഫോണാണെങ്കിൽ അവർ തരുന്നില്ല. ആ ഫോണ് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവും എൻ്റെ ബാഗിലുള്ള. പിന്നെ ലാൻഡ് ഫോൺ ഉണ്ട് അപ്പുറത്ത്, നമ്പറൊക്കെ എനിക്ക് കാണാപ്പാടറിയാം. അതെങ്ങനെയെങ്കിലും ഒന്ന് തോണ്ടി വിളിക്കണം, എന്നെങ്കിൽ തന്നെ ഇനിയിപ്പോൾ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ ഈ തന്തൻ്റെ പൊണ്ടാട്ടിയായിട്ട് ഇവിടെ കാലാകാലം കഴിയേണ്ടി വരും. അയ്യേ വയസ്സം തന്ത. ഫസീല ദേഷ്യം കൊണ്ട് ഓരോന്ന് പുലമ്പുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു തോഴി അവരുടെ അടുക്കലേക്ക് വന്നു. ഫസീല, ഹാജിയെ വിളിക്കുന്നുണ്ട്. എന്തിന്? അല്ലേ, ഹാജിയർക്ക് എന്തോ കാര്യപ്പെട്ട് നിങ്ങളോട് പറയാണ്ടെന്ന് പറഞ്ഞു, നിങ്ങളെ വിളിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കണം എന്നാണ് ഫസീല വിചാരിച്ചിരുന്നത്. ഈ ഒരു ഇരുട്ടറയിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങാലോ എന്ന് കരുതി അവൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അതാ കാലിന്മേൽ കാല് കസാരയിൽ കയറ്റിവെച്ച് രാജാവിനെ പോലെ ഇരിക്കുന്നു ഹുസൈനാജി. അയാളുടെ ആ ഇരുത്തം കണ്ടപ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം വന്നു. ഫസീല, നിന്നോട് എന്നും ചോദിക്കുന്ന ചോദ്യമാണിത്. പക്ഷേ ഇജ് കാര്യമായിട്ട് എന്നോടൊരു ഉത്തരമൊന്നും പറയണില്ല. ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, എന്തേ നമ്മളെ വീടിലാകാൻ എനിക്ക് സമ്മതമാണോ അല്ലേ? അതീ പറയ്. ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇജ് രക്ഷപ്പെട്ടു, അല്ലാന്ന് പറയുകയാണെങ്കിൽ അതാ ആ ഇരുട്ടറ അവിടെ ആയിരിക്കും എൻ്റെ ജീവിതം. പിന്നെ ഇതുവരെ നിനക്ക് നല്ല സുലഭമായ ഭക്ഷണമാണ് നമ്മളിവിടെ നൽകിയിരുന്നത്. ഇനി പഴങ്കഞ്ഞ് കുടിച്ച് കഴിയേണ്ടി വരും കേട്ടോ മോളെ. പറഞ്ഞില്ല എന്ന് വേണ്ട.
ഹുസൈനാജിയുടെ വാക്ക് തെറ്റിച്ച് ഇവിടെ ഒരു പരിസരത്ത് ഒരു കുട്ടി നിൽക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്താ കൽപ്പിക്കണം അതാണ് ഇവിടെ നടക്കുള്ളൂ. എന്താ അനക്ക് മാത്രം 2 കൊമ്പ് ഏറുണ്ടോ? ഫസീല അതെല്ലാം കേട്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. അവളുടെ മുഖം പിടിച്ച് പൊന്തിച്ച തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു സ്ത്രീ അവരുടെ മുഖം പിടിക്കുന്നു. ചി കൈയെടുക്ക് എന്ന് ഫസീല അവളെ അപ്പുറത്തേക്കുന്തി. ഫസീല ജാര മുമ്പിലാണ് നിൽക്കണമെന്നുള്ള ഓർമ്മ എനിക്ക് വേണം കേട്ടോ. കുറച്ച് അഹങ്കാരം എനിക്ക് കൂടുതലാണ്, എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ. ഇങ്ങനെയുണ്ടോ അഹങ്കാരികളായ പെണ്ണുങ്ങൾ? ഇവിടെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. നിന്റെ നാവിൻ്റെ നീളവും നിന്റെ സ്വഭാവവും ഇവിടെ ആർക്കുമില്ല. ഹുസൈനാജി അത് പറഞ്ഞപ്പോൾ ഫസീല പൊട്ടിത്തെറിച്ചു. ഒന്ന് പോടാ കിളവാ. അവളുടെ വായിൽ നിന്ന് വന്ന ആ ഒരു വാക്ക് അത് ഹുസൈനാജിയെ ചൊടിപ്പിച്ചു. അയാൾ പെട്ടെന്ന് എണീറ്റ് അവളുടെ നേർക്ക് അയാളുടെ ശക്തമായ ആ കൈകൾ കൊണ്ട് അവളുടെ മുഖം നോക്കി ഒരൊറ്റ അടി. ആ എന്നെ തൊട്ടു പോവരുത്. എന്തിനാ എന്നെ അടിച്ചത്? നിന്റെ നാവിനല്പം നീളം കൂടുതലുണ്ട്. അതെ, ഞാൻ നിന്നെ പിടിച്ചു കൊണ്ടുവന്നല്ല, നീയായിട്ടാണ് എൻ്റെ കീഴിലേക്ക് വന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇവിടെ നിൽക്കേണ്ടി വരും. അല്ലാതെ വലിഞ്ഞു കയറി വരാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ നീ ഇവിടെ നിന്നെങ്ങാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ കൊന്നുകളയും. ഫസീല ഓർത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ദേഷ്യത്തോടെ വിറക്കുന്നു. കൊണ്ടുപോയി ഇരുട്ടുമുറി കിടക്കട. എല്ലാവരും കൂടി അവളെ പിടിച്ച് ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ നേരെ ഹുസൈനാജിയുടെ നേരെ തിരിഞ്ഞു. കള്ള കിളവാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. എന്താടി നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഹുസൈനാജി അവൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. അവളുടെ അടുക്കലേക്ക് അങ്ങനെ ഇങ്ങ് ഓടിപ്പോകാനും വയ്യ. കയ്യിൽ കിട്ടിയ ആയുധം എന്തു തന്നെ ആയാലും എടുത്ത് അവൾ നല്ല രീതിയിൽ പെരുമാറും എന്നറിയുന്നത് കൊണ്ട് തന്നെ ഹുസൈനാജി അല്പം വിട്ടായിരുന്നു നിന്നിരുന്നത്. കാരണം തലക്ക് കിട്ടിയ ആ ഒരു ഏറിൻ്റെ ആ ഒരു വേദന ഇപ്പോഴും മാറിയിട്ടില്ല. തുന്നുണ്ട്, തുന്നെടുത്തിട്ടില്ല ഇപ്പോഴും. എന്തൊക്കെ തന്നെയായാലും ഹുസൈനാജിയും ഫസീലയും ഇപ്പോൾ നല്ല ശത്രുതയിലാണ്. 2 ശത്രുക്കൾ ഒരുമിച്ച് ഏറ്റുമുട്ടുകയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷെ അതിനു മുമ്പ് അയാളെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ലക്ഷ്യവുമായി അവൾ നടക്കുന്നു. വീട്ടുകാരും ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നേയില്ല. എല്ലാവരും ഫസീല മറ്റവരുടെ കൂടെയോ ചാടിപ്പോയി എന്നുള്ള വർത്തമാനമാണ് നാട്ടിൽ പരക്കുന്നത്. ഒരിക്കലും ഹുസൈനാജിയുടെ വീട്ടിലാണ് അവളുള്ളത് എന്ന കാര്യം ആർക്കും അറിയുന്നുമില്ല. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഷമ്മാസിൻ്റെയും നുസൈബയുടെയും വിവാഹം കഴിഞ്ഞിട്ട് അവൾ വന്നാൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതിനിടക്ക് അവൾ ഒരു പക്ഷേ വലിഞ്ഞു കയറി വന്നാൽ അവിടെയും ആ പെണ്ണിന് ഒരു സമാധാനവും സുഖവും കൊടുക്കില്ല. എന്നാൽ ഇപ്പോൾ നവാസ് പഴയ പോലെയല്ല. അവളോടുള്ള ആ ഒരു സ്നേഹം പാടെയങ്ങ് ഇല്ലാതെയായി. അവളോട് ദേഷ്യമായി. ഒരിക്കലും ഫസീല എന്നുള്ള ആ ഒരു നാമം ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ മുഖം എനിക്കിനി വേണ്ട. എന്നെ ചതിച്ചുപോയ ആ ഒരു പെണ്ണിൻ്റെ മുഖം ഞാൻ ഒരിക്കലും ഓർക്കില്ല. അതൊക്കെ നവാസ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എങ്കിലും അവൻക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു സങ്കടം. ഫസീലയില്ലാത്ത സങ്കടം. അതെ, തൻ്റെ മക്കളുടെ ഉമ്മ അവൾ ചെയ്ത ആ ഒരു ചതി. റബ്ബേ, എന്നോടത് വേണ്ടായിരുന്നു. എന്തിനാണ് അവൾ ഇങ്ങനെ ചെയ്തത്? ആ ഒരു ബന്ധം വേണ്ടെന്ന് വെക്കണം. അങ്ങനെ ഒരു ഭാര്യ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല, എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ എനിക്ക് ഒരുപക്ഷെ മറ്റൊരു ഭാര്യയെ കൂടി വേണ്ടിവരും. പക്ഷേ ഒരിക്കലും ഞാൻ മറ്റൊരു പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ എൻ്റെ മക്കളെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം അതുണ്ടാവാറില്ല. പൊതുവെ അതിൽ 99% മാത്രം ആളുകൾ മാത്രമേ ആ ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കണക്കായിരിക്കും. ആര് നോക്കാനാ എൻ്റെ മക്കളെ? അല്ലാഹ് എൻ്റെ ഉമ്മാക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. എൻ്റെ ഉമ്മ ഉണ്ടാകുമ്പോൾ എനിക്ക് ടെൻഷനില്ല. പക്ഷേ ഉമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ആ ഒരു തലകറക്കം, ആ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ റബ്ബേ ഞാൻ ചെയ്യാം? എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. ഇനിയൊരു പക്ഷേ ഷാമോൻ്റെ ഭാര്യ കടന്നു വരുമ്പോൾ ഇനി ആകെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ കുട്ടിക്ക് ഇവരുടെ അവസ്ഥ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസമാവും. കാരണം ചെറിയ മക്കളല്ലേ. കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്ത് കൊടുക്കുന്നത് കാണുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അവൾ അതിന് മുൻകൈ എടുക്കും. വേണ്ട, പാവം പെൺകുട്ടിയാണ്. അവളെ ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും പാടില്ല. ഇനിയിപ്പോൾ എന്താ റബ്ബേ ഞാൻ ചെയ്യാം? അവൻ നേരെ ഉമ്മയുടെ അടുക്കലെത്തുന്നു. ഉമ്മ. എന്താ മോനെ? ഉമ്മ,
ഞാനങ്ങോട്ട് പോവാണ്. എവിടേക്ക്? ഗൾഫിലേക്ക്. ഉമ്മ ഒന്നും മിണ്ടിയില്ല. എന്താ മോനെ ഇങ്ങനെ ഒരു മക്കളെ വിചാരിക്കുമ്പോൾ ഞാൻ മക്കളെ എവിടെയെങ്കിലും ആക്കിക്കോളാം, അതായിരിക്കും നല്ലത്. മക്കളെയും കൊണ്ട് ഞാൻ പോവാണുമ്മ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഷാമോൻ്റെ കല്യാണം. ആ പെണ്ണിനതൊക്കെ കാണുമ്പോൾ വല്ലാത്ത പ്രയാസമായിരിക്കും. ഉമ്മ, മക്കളെയും കൊണ്ട് ഞാൻ പോവാണ് കേട്ടോ, അങ്ങ് അറേബ്യയിലേക്ക്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണേന് എന്താ ഉമ്മ അർത്ഥം? മോനെ, എൻ്റെ കുട്ടി മക്കളെയും കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? നിനക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഈ പിഞ്ച് മക്കളെ നീ എന്ത് ചെയ്യും? ഉമ്മ, അവിടെ ഡേ കെയർ ഉണ്ട്. ഡേ കെയർ എന്ന് വെച്ചാൽ കുട്ടികളെ നോക്കുന്ന സ്ഥലം. ഇത്ര മണിക്കൂറിന് ഇത്ര ക്യാഷ് എന്നുള്ള രീതിയിലാണ് അവിടെ മക്കളെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ക്യാഷ് കൊടുത്താൽ അവർ ഇത്ര മണിക്കൂർ നോക്കിത്തരും നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വരുമ്പോഴേ നമ്മളെ കൈകളിൽ ഏൽപ്പിക്കും. അങ്ങനെയാണ്. അത് കേട്ട് ഉമ്മാക്ക് വല്ലാത്തൊരു സങ്കടം. മോനെ, എൻ്റെ പൊന്നു മോനെ, ആ പിഞ്ച് പൈതലിനൊക്കെ ആ പെണ്ണുങ്ങൾ ഏതെങ്കിലും ഫിലിപ്പൈൻസുകളും അവരൊക്കെ ആയിരിക്കും. അവരൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പൊന്നെ സ്നേഹം ഉണ്ടാവൂടാ. എനിക്ക് സമാധാനമല്ല, വേണ്ട. എൻ്റെ പൊന്നുമോന് വേണമെങ്കിൽ പോയിക്കോ, മക്കളെ ഞാൻ നോക്കിക്കോളാം. ഉമ്മ, അതൊക്കെ ശരി തന്നെയാണ്. ഉമ്മയുടെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാനാ? മക്കൾ ഇവിടെ വിട്ടിട്ട് ഞാൻ എന്താ ഉമ്മ ചെയ്യാം? ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് സമാധാനം ഉണ്ടാവുമോ? പിന്നെ അവൾക്കൊരു ബുദ്ധിമുട്ട് വരരുത് ഇവിടെ വരുന്നവർക്കൊന്നും. മക്കളെ കൊണ്ട് ഞാൻ അവരെ നോക്കിക്കോളാം. ഞാൻ അവരെ നോക്കി വളർത്തി വലുതാക്കിക്കോളാം. പിന്നെ ഡേ കെയറിലാക്കി കഴിഞ്ഞാൽ അത്ര വലിയ പ്രയാസമൊന്നും അവർക്ക് ഉണ്ടാവില്ല. മോനെ, വേണ്ടടാ, ആ പിഞ്ച് പൈതലിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. വർത്താനം പറയാൻ വരെ തുടങ്ങിയിട്ടുള്ളത്. അതിനൊക്കെ ഡേ കെയറിൽ കൊണ്ടുപോയിട്ടാൽ എന്താ എടാ ഈ പറയണത്? മക്കളെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ കുട്ടി ഇപ്പോൾ തൽക്കാലം പോവണ്ട, ഇവിടെ തന്നെ നിന്നോ. എന്തിനാ ഈ പോണത്? ഉമ്മ, മനസ്സിൻ്റെ വേദനയും വിഷമമൊക്കെ ഒന്ന് മാറാൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം. എൻ്റെ റൂമിൽ ഇങ്ങനെ എൻ്റെ മക്കളെയും കണ്ട് എനിക്കിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നുകയാണ് ഉമ്മ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പഠിച്ചോനെ, ഒരു ആൾക്കും ഇങ്ങനൊരു വിധി ഇല്ലാതിരിക്കട്ടെ. സ്വന്തം ഭർത്താവും മക്കളും ഉണ്ടായിട്ട് ഏതോ ആണുങ്ങളുടെ അടുത്തേക്ക് പോയി നിൽക്കണ പെണ്ണുങ്ങൾ. പഠിച്ചോനെ, ഒരാൾക്കും ഈ ഒരു വിധി ഇല്ലാതിരിക്കട്ടെ. എന്നാലും ഫസീൽ എൻ്റെ കുട്ടീനെ ചതിച്ചു പോയതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട് റബ്ബേ. എന്തിനാ റബ്ബേ അവൾ ഇത്രയ്ക്കും സുഖമുള്ള ഈ ഒരു സ്ഥലത്തു നിന്ന് അവൾ പോയത്? എന്ത് കണ്ടിട്ടാണ് റബ്ബേ അവൾ പോയത്? എനിക്കറിയുന്നില്ലേ. അവൾ ഈ പിഞ്ച് മക്കളിട്ടിട്ട് പോയല്ലോ. സത്യം പറഞ്ഞാൽ ഷമ്മാസിനൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങാൻ തന്നെ വല്ലാത്തൊരു മടിയാണ്. കാരണം തൻ്റെ മൂത്തച്ഛി ചെയ്ത ആ ഒരു കാര്യം ആലോചിച്ചിട്ട് എല്ലാവരും മറ്റൊരു രീതിയിൽ അവരെ കാണുമെന്ന് ഭയന്നിട്ട് അത് ഷമ്മാസിനൊക്കെ സത്യം പറഞ്ഞാൽ മടി തോന്നുകയാണ്. ആ കാര്യത്തിൽ പള്ളിയിലേക്ക് പോകുക, വരിക, പിന്നെ നേരെ ഷോപ്പിലേക്ക്. അതിനപ്പുറത്തേക്കായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളുമെല്ലാം ഷമ്മാസ് നിർത്തിയിട്ടുണ്ട്. പലരും പറഞ്ഞു, ഷമ്മാസ് ഇപ്പം എന്താ ഇങ്ങനെ? വലിയ ബിസിനസ്സുകാരനൊക്കെ ആയില്ലേ? വലിയ ബിസിനസ്, കച്ചവടം, മൊബൈൽ ഷോപ്പൊക്കെ ആകുമ്പോൾ പഴയ ഫ്രണ്ട്ഷിപ്പൊക്കെ അവന് മറക്കുമായിരിക്കും. അതായിരിക്കും അവൻ്റെ കൂട്ടുകാരെല്ലാം ആ രീതിയിൽ അത് തെറ്റിദ്ധരിച്ചു. പക്ഷേ തനിക്ക് അഭിമാനം മൂലമാണ് തല ഉയർത്തി നടക്കുവാനും അവരുടെ ഇടയിൽ ഇടപഴകുവാനും വരാത്തത് എന്തുത്തരം പറയും എന്നുള്ള ആ ഒരു നാണക്കേട് കൊണ്ടാണ് ഷമ്മാസ് വല്ലാതെ അവരുടെ ഇടയിലേക്കൊന്നും പോകാത്തത്. എന്നാൽ ഫസീലയുടെ വീട്ടിലും ഈ ഒരു കാര്യം ഫ്ലാഷായിരുന്നു. ഫസീല മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം അതറിഞ്ഞപ്പോൾ അവളുടെ ആങ്ങള അഹങ്കാരി, അവൾക്ക് സൗകര്യം സുഖം കൂടിയതിൻ്റെ കേടാണ്. എന്തൊരു നല്ല ഉമ്മയും ഭർത്താവും മക്കളും അതൊക്കെ ഇട്ടെറിഞ്ഞ് അവൾ പോയി. ഇനി എവിടെ കിടന്ന് തൊലയുന്നുണ്ട് ആവോ. ഇതേ സമയം ആങ്ങളയുടെ ഭാര്യ പറയുന്നത്, ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയത് നന്നായി. ആ പെണ്ണ് ഇവിടെ നിൽക്കില്ലായിരുന്നു, ഞാൻ അത്യാവശ്യത്തിന് പണി കൊടുത്തിരുന്നു. ഇവിടുന്ന് അങ്ങനെ ചാടിപ്പോയിക്കാണെങ്കിൽ പെരക്കാരൊക്കെ ഇവിടെ എൻ്റെ നേരക്കായിരിക്കും എടുക്കുക. എന്തായാലും അവിടെ നിന്നായത് നന്നായി. ആ പെണ്ണ് ഇവിടെ 2 ദിവസം താമസിക്കാൻ വന്നിരുന്നല്ലോ, അന്നൊക്കെയാണെങ്കിലോ അയ്യേ നാണക്കേട്. നേരെ ഉമ്മയുടെ അടുക്കലേക്ക് അതാ ഫസീലയുടെ ആങ്ങള ചെല്ലുന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ സംഭവമൊക്കെ? എന്താ മോനെ? ഓലപ്പൊക്കെ ടൂറ് പോയതല്ലേ? ടൂറ് ഏതോ ആണുങ്ങളെ കൂടെ പോയിക്കാന്നാ പറഞ്ഞിട്ടത്. എന്നിട്ട് നിക്കാഹോ എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, നാണം കെടുത്താൻ വേണ്ടിയിട്ട് കുടുംബത്തിനെ. മോനെ തന്നെ ഈ ഒന്ന് അന്വേഷിച്ച് നോക്കും, എനിക്ക് പേടിയാണ്. ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടില്ലേ?
ഈ ഒന്ന് അന്വേഷിച്ച് നോക്കി. എവിടെ പോയി അന്വേഷിക്കാനാ അവളെ? നാട്ടുകാരൊക്കെ പറയുന്നൊന്ന് കേൾക്കേണ്ടിതാണ്. പുറത്തിറങ്ങാൻ വയ്യ. എൻ്റെ പെങ്ങള് ആരെ കൂടെ പോയത് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാവും? ഓളങ്ങനെ ഒരാളുടെ കൂടെ അങ്ങനെ പോകുന്നില്ല. ഓൾക്ക് അങ്ങനെ ഒരു ഇതല്ല. മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാണ് പറ്റൂല. അഹങ്കാരം, അസൂയ, കിബിർ അങ്ങനെ എന്നല്ലാതെ ആണുങ്ങളുടെ കൂടെ അവള് നിങ്ങളത് പറഞ്ഞവിടെ ഇരുന്നോളി. അതേ, അവളൊക്കെ പോണ വഴിക്ക് പോയി മക്കളെ ഇട്ടിട്ട് നീ വരണോ കാത്തിരിക്കുക. എന്തായിരിക്കും വരുമ്പോഴത്തെ സ്ഥിതി? ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. നീ വിളിക്കും. അപ്പം ഇന്നെ കാക്കണ്ടട്ടോ നിങ്ങൾ ഉമ്മയോട് അവളുടെ ആങ്ങള അല്പം ശബ്ദത്തോടു കൂടിയാണ് പറഞ്ഞത്. പാവം ആ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ? മകളുടെ ഈ ഒരു സ്വഭാവത്തിൻ്റെ ദൂഷ്യം അവരാണ് അനുഭവിക്കുന്നത്. അവരും അറിഞ്ഞില്ല ഒരിക്കലും ഹുസൈനാജിയുടെ വീട്ടിലാണ് ഫസീല എന്നുള്ളത്. അന്ന് അവളുടെ ആങ്ങള നേരെ പോയത് അവളുടെ കൂട്ടുകാരിയുടെ അടുക്കലേക്കായിരുന്നു. ഹലോ, ഒന്ന് തുറക്ക് വാതിലേ. അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. അല്ല, എൻ്റെ പെങ്ങള് ഫസീല, അവൾ എങ്ങോട്ടാണ് ആരുടെ കൂടെ പോയതാണെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? ആങ്ങളയുടെ ആ ഒരു വാക്ക് കേട്ട് അവൾ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് ആയിപ്പോയി. അത് എനിക്കറിയില്ല. സ്വന്തം കൂട്ടുകാരി കൂടി അവളെ ചതിക്കുന്നു. എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഒരുമിച്ചല്ലേ എങ്ങോട്ട് പോകുന്നുണ്ട്? അങ്ങനെ നിങ്ങൾ കാര്യമായിട്ട് ഒരുമിച്ചല്ലേ എല്ലാ സ്ഥലത്തേക്കും പോകാറുള്ളത്? ലാസ്റ്റ് നിൻ്റെ കൂടെ യാത്ര ചെയ്തു എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. അവള് എൻ്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ അവൾ എവിടേക്ക് പോയത് ഞാൻ കണ്ടിട്ടില്ല. ഹുസൈനാജിയുടെ വീട്ടിലാണ് അവളെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവൾക്ക് കൂടി അതിൻ്റെ പ്രശ്നം വരും എന്ന് കരുതിയിട്ട് അവളത് മറച്ചു വെച്ചു. അവൾക്ക് കുറേ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളില്ലേ, അവരിപ്പം പോയതായിരിക്കും. അല്ലാതെ എനിക്കറിയില്ല. അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. അപ്പോൾ അവളുടെ ആങ്ങള് പറയുന്നു, അതെ, ഒഴിഞ്ഞു മാറാനൊന്നും പറ്റൂല കേട്ടോ. കാര്യങ്ങളൊക്കെ തെളിവടക്കം കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്യാമറ ഉള്ളതാണ് എല്ലായിടത്തും. നിങ്ങൾ എവിടെ പോയാലും എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങൾ അല്ലടി. എനിക്ക് തീമൽ എത്ര കമ്മീഷൻ കിട്ടണത്? ഇങ്ങനെ ഓരോരുത്തരോരെ കമ്മീഷനോ? എന്തിന്? ഓളെനിക്ക് സന്തോഷത്തിന് എന്തെങ്കിലും തരുന്നല്ലാതെ. അല്ല, എന്താ നിങ്ങളുടെ രണ്ടും കൂടെയും പ്ലാനിങ്? എന്തെങ്കിലും കുരുട്ടുബുദ്ധി ഒപ്പിക്കാനായിരിക്കുമല്ലേ? എൻ്റെ പെങ്ങൾ എത്ര നല്ല ആളല്ല നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞത്. ഓളെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവിച്ചത്. എവിടെയാണാവോ? എന്തൊക്കെ തന്നെയായാലും സത്യം പറഞ്ഞാൽ നിനക്കത് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്താ പറയാൻ തയ്യാറല്ലേ? അതോ പോലീസിനെ വിളിച്ച് അടിച്ച് പറയിപ്പിക്കണോ? എന്താ തീരുമാനം? നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിക്കാം. അവളുടെ ആങ്ങള അല്പം സ്ട്രോങ്ങിലായിരുന്നു അപ്പോൾ പെരുമാറിയിരുന്നത്. സ്വന്തം കൂട്ടുകാരി ഹുസൈനാജിയുടെ കൊട്ടാരത്തിനുള്ളിലുണ്ട് എന്നുള്ള കാര്യം പറയാൻ അവൾ വളരെയധികം മടിച്ചു. അവൾ പലതിലും മൗനം പാലിച്ചു. എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷേ ഫസീലയുടെ ആങ്ങളെന്ന ലക്ഷണമില്ലായിരുന്നു. അവൻക്കറിയാം പല പല രീതിയിലും പല തെറ്റുകളും ചെയ്യുന്നതാണ് അവളെന്ന്. അവളുടെ കൂട്ടുകാരിയെ പിടികിട്ടിയാൽ കാര്യം ഏകദേശമൊക്കെ മനസ്സിലാകുമെന്ന് അവൻക്ക് ബോധ്യമാവുകയാണ്. പറയടി, എൻ്റെ പെങ്ങളെവിടെയാണ്? എങ്ങോട്ടാണ് അവൾ പോയത്? നിനക്ക് നന്നായിട്ടറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. അറിയില്ലേ? നിനക്കറിയാം. നിൻ്റെ മുഖം പറയുന്നുണ്ട്. നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെന്തെങ്ങനെ ഉപദ്രവിക്കണത്? ഞാൻ കേസ് കൊടുക്കട്ടോ? പറഞ്ഞില്ലെന്ന് വേണ്ട. കേസ് മണ്ണാങ്കട്ട. കാര്യം ചോദിച്ചപ്പോൾ എന്താ അത് മെക്കെട്ടെടുക്കണത്? എന്തിനാ നിങ്ങൾ എന്നോടിത് ചോദിക്കുന്നതെന്ന് പറയണത്? ഒരു പെണ്ണും ഒരു വീട്ടിൽ തനിച്ചാകുമ്പോൾ ഒരാണ് വന്നിങ്ങനെ ഭീഷണിപ്പെടുത്തുക? എൻ്റെ പെങ്ങളുടെ വിവരം ഫുള്ള് ഡീറ്റെയിൽസ് നിൻ്റെ അടുത്തുണ്ട്. അത് പറഞ്ഞു തന്നാൽ നിനക്ക് നല്ലത്. അതല്ലെങ്കിലേ വേറെ വഴിയാ നോക്കൂട്ടോ മോളെ. ഫസീലയുടെ ആങ്ങള അവളോടായിട്ട് അതാ അങ്ങനെ പറയുന്നു. അവൾ ഒരു നിലക്കും അത് പറഞ്ഞു കൊടുത്തിട്ടുന്നില്ല. ഒരു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്ക് കൂടി ബാധിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ മിണ്ടാതെ നിന്നു. അതേ, ഇനി ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. അതിനുള്ള നടപടിയൊക്കെ ഞങ്ങൾ എടുക്കും. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അതല്ല പറയുന്നില്ല, നമ്മൾ വേറെ വഴി നോക്കൂട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. അവസാനത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസാണ്. എവിടെയാണ് എൻ്റെ പെങ്ങൾ? അതിനുള്ള ഉത്തരം ഇവിടെ കിട്ടണം. അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. അത് ഞാൻ പറയാം. പറയും കേട്ടേ. അത് എനിക്ക് എന്താ പറയാൻ നാവില്ല. എനിക്ക് പറയണം, പറഞ്ഞേ പറ്റൂ. അത് നീയാണോ അവളവിടെ കൊണ്ടാക്കിയത്? നീയാണോ സപ്പോർട്ട് ചെയ്തത് എല്ലാ കാര്യത്തിനും? ആരുടെ കൂടെ അവൾ പോയത്? അപ്പോൾ അത് ആരുടെ കൂടെയും അല്ല, ഒരു വീട്ടിലേക്കാണ് പോയത്. ആഹാ, അങ്ങനെ വരട്ടെ.
വഴിയായി ഇങ്ങോട്ട് വരട്ടെ, പറഞ്ഞൂടെ ഇങ്ങോട്ട് ഓരോന്ന്. അല്ലെങ്കിലുണ്ടല്ലോ ഫസീലയുടെ ആങ്ങള അല്പം ഭീഷണിപ്പെടുത്തി കണ്ട് അവളോട് സംസാരിച്ചത്. അവൾ ഹുസൈനാജിയുടെ വീട്ടിലാണ് തൻ്റെ ഫ്രണ്ട് ഫസീല ഉള്ളതെന്ന് അവൾ പറയുമോ? അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.